അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുഞ്ഞാലിക്കുട്ടിയുടെ ശബ്ദം കേട്ടു. പക്ഷെ മുസ്ലിം ലീഗ് വിളിക്കുന്ന യോഗത്തിലേക്കൊക്കെ പോകണം എന്നുള്ള ഒരു പിടിവാശി എന്താണ് ഇവർക്കൊക്കെ? ഞാൻ ചോദിക്കുന്നത്, 92 ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് മുസ്ലിം ലീഗ് എവിടെയായിരുന്നു? അന്ന് അധികാരം വിട്ടൊഴിയാൻ വേണ്ടി ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് പറഞ്ഞപ്പോ അധികാരം വിട്ടൊഴിയാതെ നിന്ന മുസ്ലിം ലീഗിന് ഏക സിവിൽ കോഡിനെതിരെ പറയാനുള്ള എന്ത് അവകാശമാണുള്ളത്? ഇത് തികച്ചും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ തട്ടിപ്പല്ലേ. അതുകൊണ്ട് കാര്യങ്ങൾ ഇതൊക്കെ നിജസ്ഥിതിയോടെ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കണം. ബാബരി മസ്ജിദിന്റെ കാര്യത്തിലില്ലാത്ത ഒരു വ്യാകുലപ്പെടല് എന്ത് കാര്യത്തിലാണ് ഈ മുസ്ലിം ലീഗിന് ശരീഅത്തിന്റെ വിഷയത്തിലുള്ളത്? അതുപോലെ തന്നെ സകല സലഫികളെയും അതുപോലെ തന്നെ സകല ഭീകരവാദികൾക്ക് നേതൃത്വം നൽകുന്ന സലഫി പ്രസ്ഥാനത്തെയും കൂട്ടുപിടിച്ചുകൊണ്ടാണോ ഏക സിവിൽ കോഡിനെതിരെ സമരത്തിനിറങ്ങാൻ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത്? അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂട്ടുനിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ തട്ടിപ്പ് നാടകമാണ് ഇവിടെ മുസ്ലിം സംഘടനകളൊക്കെ വിളിച്ചു കൂട്ടുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്.